ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാഗ്രഹം സാധിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ അപ്പോൾ എല്ലാ വണ്ടി പ്രാന്തന്മാരുടെ ആഗ്രഹമായിരിക്കും ഇങ്ങനെ ഒരു വണ്ടിയും കാര്യങ്ങളും എടുക്കണമെന്ന്. നമ്മളെ ബസ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണിക്കാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഗ്യാങ് ബോയ്സ് എന്നാണ് വണ്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. മുമ്പിൽ ദ ബീസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഗ്രാൻഡ് എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീസ്റ്റ് ഗ്രൂപ്പിൻ്റെ മെച്ചാൻ കാര്യം നമുക്ക് ഒന്ന് അടിക്കുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞാൽ അടിക്കുന്നു. ബ്രോ ആണ് നമുക്ക് ഈ വണ്ടി കാര്യങ്ങൾ സെറ്റാക്കി തന്നത്. ഫുഡിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഈ സാധനമാണ്. ഈ വണ്ടി കാര്യങ്ങൾ ഫുൾ വർക്ക് എടുത്ത വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് നമ്മൾ വരുന്ന എല്ലാ വണ്ടിക്കും ഗ്യാങ് ബോയ്സ് എന്ന് പറഞ്ഞ പേരും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, പിന്നെ മുമ്പിൽ കാര്യങ്ങളൊക്കെ ഒരു മാസ്കും വെച്ചിട്ട് ഒരു ചങ്ങായും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഇനി മുമ്പിലും കാര്യങ്ങളൊക്കെ നമുക്കെന്തായാലും കയറിയിട്ട് ഒന്ന് സെറ്റാക്കി ഒന്ന് നേരെ നമുക്കെന്തായാലും നേരെ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ സ്റ്റിക്കർ വർക്കല്ല, സോറി, ചെറിയൊരു വർക്കും കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ കുറച്ച് എയർ കയറ്റണം. എയർ അടിക്കാൻ നമ്മൾ സുഗന്ധൻ്റെ വീട്ടിലാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. സുഗന്ധൻ്റെ നല്ല നമുക്കറിയുന്ന ആളായതുകൊണ്ട് സുഗന്ധം കാര്യങ്ങളൊക്കെ വില കുറച്ച് തരാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഇനി ഒരു ഡ്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഷെഡും കാര്യങ്ങളൊന്ന് സെറ്റാക്കി നമുക്കെന്തായാലും നേരെ പോകണം. അപ്പോൾ എവിടെയാണ് സുബിൻ ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുബിൻ ക്രിയേഷനൊന്നും പോകുന്നില്ല, ഫസ്റ്റ് വണ്ടി ആയതുകൊണ്ട്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല. നമ്മൾ ഇനി സുബിൻ ക്രിയേഷനൊന്നും പോകണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഫുള്ള് വർക്ക് എടുത്ത വണ്ടിയാണ്. ഇവരും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ വണ്ടിയൊന്നുമല്ല കേട്ടോ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അപ്പോൾ അതാണ്, അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മളെ വണ്ടിയും കാര്യങ്ങളും ഇവിടെ നിന്ന് എടുക്കാൻ കുറച്ച് പണിയും പേടേണ്ടി വരും. എന്ന് വെച്ചാൽ ഞാനിങ്ങോട്ട് കയറ്റിയതെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ പെർമിഷൻ കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഊരും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇങ്ങനെ ട്രോളി, പക്ഷെ കയറ്റാൻ ചെറിയൊരു പാടുണ്ടാവും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്കെന്തായാലും നേരെ പോകാം. ഇവിടുന്ന് കുറച്ചൊക്കെ പോകാണ്ട് ഇപ്പം തന്നെ ഇരിക്കായിരുന്നു എന്ന് വിചാരിക്കുന്നത്. നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാണ്, സെറ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നു പറയണം. ഇത് ZBയൊക്കെയാണ് വണ്ടി. നമുക്കെന്തായാലും ഒരു BMR കൂട്ടർ എടുക്കണം. BMR കൂട്ടർ ഇപ്പോൾ നല്ല നമുക്ക് ക്യാഷ് കിട്ടുന്നുള്ള വണ്ടി ഓട്ടൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതാക്കണം. പിന്നെ നമുക്കൊരു ഷെഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഒരു ഷെഡ്, പിന്നെ നമുക്കൊരു പാക്കേജ് സെറ്റാക്കണം. നിങ്ങൾ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് എന്തായാലും ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊക്കെ ഇവിടുന്ന് പോകാനുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്ററൊക്കെ പോകേണ്ടത്. ഇതാണ് നമ്മൾ സുബിൻ ക്രിയേഷൻ കാര്യങ്ങളൊക്കെ. ഇവിടെ നിർത്താൻ മതി, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എയർ അടിക്കാൻ പോവുക. എയർ അടിക്കുന്ന എവിടെ എടുത്താണെന്നാണ് പറയുന്നത്. എന്തായാലും അവിടെ ഒന്ന് വിളിച്ച് നോക്കാം. നമ്മൾ എയർ കടയും കാര്യങ്ങളൊക്കെ എത്താനായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇതായിപ്പോയി. അപ്പോൾ അതിൻ്റെ രീതിക്ക് ചെറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മേലേക്ക് പോയതൊക്കെ നമ്മൾ ഇതിൻ്റെ സ്കൂളിൽ പോയതൊക്കെ. അപ്പോൾ അതിൻ്റെ രീതിക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ നമ്മളും കാര്യങ്ങളൊക്കെ ബസ് ആദ്യമായിട്ട് അടിക്കുന്നത്, അപ്പോൾ അങ്ങനത്തെ രീതിക്കുള്ള ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പോകുമ്പോൾ മെക്കാനിക്കിനെ കൊണ്ടുപോയിട്ടാണ് പോയിട്ടുള്ളത്. അതായത് എൻ്റെ ഫ്രണ്ട് ഒരു ബസ് മുതലാളിയാണ്. അപ്പോൾ ഫ്രണ്ടിനെ കൂട്ടിയിട്ടാണ് പോയത്. ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ബീസ്റ്റ് അതൊന്നും പറഞ്ഞ് ബീസ്റ്റിൻ്റെ പേരോട് അടിച്ചിട്ടുള്ളത്. നമ്മളെ ബീസ്റ്റിൻ്റെ മുതലാളിയായിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഒരു മെക്കാനിക്കും ഉണ്ടായിരുന്നു. ബീസ്റ്റിൻ്റെ മുതലാളി നമ്മളടുത്ത് പറഞ്ഞ് ഒരു മെക്കാനിക്കിനും കൂട്ടിക്കോ, നമുക്ക് എന്തായാലും ബസ്സിൻ്റെ ഫുൾ അറിവ് നോക്കാമല്ലോ. അപ്പോൾ നല്ലൊരു ബസ് വന്നപ്പോൾ നമ്മൾ ഈ ബസ് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ ഏറെക്കണ്ടതാ ഇവിടെയാണോന്നൊരു ചെറിയൊരു ഇതവിടെ തന്നെ. ഇവിടെ
പക്ഷെ ബസ്സുകൾ എടുക്കുന്നുണ്ട് ഇവിടെ എയർ അടിക്കലുണ്ട്. പിന്നെ കുറച്ച് ഇതുണ്ട്, എന്താണ് ഇപ്പോൾ പറയുക, വാഷിങ്ങും ഉണ്ട്. നമ്മൾ വാഷൊന്നും ചെയ്യണ്ട, പുതിയ വണ്ടിയല്ലേ, വാഷൊന്നും ചെയ്യണ്ടാണ്ട് കുഴപ്പമൊന്നുമില്ല, വാഷൊന്നും ചെയ്യണ്ട. നമുക്ക് എന്തായാലും സുജിന്നൻ്റെ അടുത്ത് പോയി നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം, പെയർ അടിച്ച് തരുമോ. വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാക്കി നന്നായിട്ടില്ല, കുഴപ്പമൊന്നുമില്ല, സീനില്ല, നമ്മൾ സുഖമാണ്. ചളി പിടിച്ചിട്ടുണ്ട്, ആവശ്യമൊക്കെ പിടിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ശരിയാക്കണ്ട. ഇവിടെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞില്ല ബെഞ്ചറടക്കുന്നു. നമുക്ക് എന്തായാലും സുഖം തന്നെ കണ്ടിട്ട് വരാം. സുഗണ്ണൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സുഗണ്ണൻ പറഞ്ഞപ്പോൾ നേരെ അടിച്ചാലും നീ വണ്ടി ഇങ്ങോട്ട് ഇട്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ നേരത്തേക്ക് തോന്നിയിരിക്കുന്ന വണ്ടിയും കാര്യങ്ങളും ഇങ്ങോട്ട് അറിയേണ്ടത്, ഞാൻ കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, ഈ ബസ്സിൽ തട്ടാതെ പോകണം. അതാണ് ഇവരുടെ വരുന്ന എല്ലാ വണ്ടിക്കിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. എല്ലായിടത്തും ഒരു ടാസ്ക്കാണ്. എന്നാലും നമ്മൾ ഈ ബസ്സിൽ നിന്ന് നമ്മളെ ബസ്സിൻ്റെ ഇതിൽ നിന്ന് നമ്മളെന്തായാലും ഊരിപ്പോരില്ല. കാരണം എന്താ വെച്ചാൽ ചില ബസ്സിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ, അതായത് എന്താണ് ഇപ്പോഴത്തെ കിട്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ നമ്മളെ ബസ് മുതലാളിക്ക് നഷ്ടമാണ്. അത് പറഞ്ഞ ശരിയാണ്. അപ്പോൾ ചിലവരൊക്കെ ബസ്സിൻ്റെ അതിൽ നിന്ന് ഇറങ്ങി പോകുന്നിട്ടുണ്ട്, പക്ഷേ ചിലവരിപ്പോഴും പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം എന്താ വെച്ചാൽ ചിലവരിപ്പോഴും പിടിച്ച് നിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓരോരു പിരാന്ത്, ഇപ്പോൾ യഥാർത്ഥ വണ്ടിപ്പിരാന്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബസ് മുതലാളിമാരെ ഒന്ന് എക്സാമ്പിൾ ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ ബസ് മുതലാളിമാരിപ്പോൾ കഷ്ടത്തിലാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ കാര്യങ്ങളൊക്കെ അവർക്കും പൈസയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സുഖം ഏറെ കാര്യങ്ങൾ അടിച്ചോട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി വിസിറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാഷ് ചെയ്താൽ, ഇത് ഓട്ടോമാറ്റിക് വാഷല്ല, നമ്മൾ വാഷ് ചെയ്യണം. ആ കാണുന്ന ഓട്ടോമാറ്റിക് വാഷാണ്. ഈ ഓട്ടോമാറ്റിക് വാഷാണ് ലാഭകരം. എന്താ വെച്ചാൽ ഈ വാഷിങ് നമ്മൾ ചിലപ്പോൾ മടിയന്മാരായതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ ചെറുക്കനിത് അവിടെ എടുക്കുന്നുണ്ട്. നമ്മൾ ചെറുക്കനായിട്ട് നമുക്ക് നേരെ പോവാം. എന്തായാലും സുഖം. ഇനി നമുക്കൊന്നും ചെയ്യാനില്ലേ, നമുക്ക് നേരെ ഷെഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിടാം. ഷെഡായിട്ടില്ല ഇപ്പോൾ, ബട്ട് നമുക്ക് എന്തായാലും എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയിടാം. നമുക്ക് എന്തായാലും ഇതാക്കണം. നമുക്ക് പൈസയും കാര്യങ്ങളും വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേണ്ടാന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചൊക്കെ പോകാനുണ്ട്. നമ്മൾ ഷെഡല്ല സോറി എപ്പോഴും ഞാൻ ഷെഡ് എന്ന് പറഞ്ഞു, ആ മോഹം കൊണ്ട് പറഞ്ഞു പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇനി ഈ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഡ്രിപ്പും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമുക്കിനി നേരെ ഒന്ന് ഷെഡിലേക്ക് പോവാം. കുറച്ചൊക്കെ ഇവിടുന്ന് പോകാനുണ്ട് ഷെഡിലേക്ക്. അപ്പോൾ നമ്മൾ ഷെഡല്ല സോറി എപ്പോഴും ഷെഡ് ഞാൻ അങ്ങനെ പറഞ്ഞു. നമുക്ക് കുറച്ചൊക്കെ പോകാനുണ്ട്. പിന്നെ നമുക്കിനി ഓരോ സ്കൂളിലും ഇങ്ങനെ പോയി ട്രിപ്പ് വേണം എന്നൊക്കെ ചോദിച്ച് പാക്കേജും കാര്യങ്ങളും സെറ്റാക്കണം. എന്നിട്ട് പാക്കേജറെ സെറ്റാക്കിയിട്ടുണ്ട്. പാക്കേജറെ പേര് മനു എന്നാണ്. എനിക്ക് പറ്റിയ ഡ്രൈവറെ പേര് അജി എന്നാണ്. ക്ലീനറെ പേര് അപ്പു എന്നാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ സെഡ് ബാഗാണ്. ഇതേ മഴ പെയ്യുന്നു. ഈ മഴയ്ക്ക് കാര്യങ്ങളൊക്കെ ഇതേ വരുന്നത് പോലെയാണ് ഈ മഴയും കാര്യങ്ങളൊക്കെ പെയ്യൽ. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടുത്ത് എത്തിയിരുന്നു. കുറച്ചൊക്കെ പോകാൻ പെടുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. നമ്മൾ KSRTC മലബാർ KSRTC ഇതാ പോകുന്നത്. ഓഫർമാർ രണ്ടും ഒപ്പം പോകുന്നത് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചൊക്കെ ഉണ്ട്. നമ്മൾ ഇതാണോ തോന്നുന്നതാണോ ഇവിടെ കാര്യങ്ങൾ നമുക്ക് നിർത്തിയിടാൻ പറ്റും. നിർത്തിയിടാൻ പറ്റുമെന്ന് ഇൻഫോർമേഷനൊക്കെ ചോദിച്ചിട്ടോ നിർത്തിയിടാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് തോന്നിയ മാതിരി നിർത്തിയിടാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് നമ്മളെ ഒരു ബസ് പ്രേമിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മളെ നിർത്തിയിടാൻ പറ്റുമെന്ന് ഇതൊക്കെ ചോദിക്കണം. അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തിയിടാൻ പറ്റൂല. ഇവർ പറയും നിർത്തിയിടാൻ പറ്റൂല എന്നൊക്കെ. അങ്ങനെയൊക്കെ സീനാണ് കാര്യങ്ങൾ. നമുക്കെന്തായാലും ഇപ്പന്മാരോട് ചോദിച്ചിട്ട് പറയാം. ഇവിടെ ഉള്ള ആൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിർത്തിയിടാമെന്നാണ്. ബട്ട് കുറച്ചൊക്കെ നിങ്ങൾ കയറ്റിയിട്ട് നിങ്ങൾക്ക് പ്രോ ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് കയറ്റിയിടാൻ പറ്റില്ലെങ്കിൽ നമ്മളിവിടെ ഉള്ള ആൾ കയറ്റിയിട്ടോളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കയറ്റിയിട്ടോളാം, നിൻ്റെ വണ്ടിയല്ലേ, ഞാൻ കയറ്റിയിട്ടല്ല അതിൻ്റെ മര്യാദ. നിങ്ങളടുത്ത് നിർത്തിയാൽ ഞാൻ അതിൻ്റെ പൈസ ചോദിച്ചാൽ നിങ്ങൾ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്തിയിട്ടോളൂ.
അതിന് വലിയ ഇന്ത്യക്ക് തട്ടിയാൽ ഞാൻ ആ പെനാൽറ്റി വൈക്കോളം എന്നാണ് ഞാൻ പറയുന്നത്. അവർ മര്യാദയാണ്. കാരണം എന്താ വെച്ചാൽ ഇവരെയൊക്കെ നിർത്തിയാൽ ഇവർ പറയും ആണെങ്കിൽ നിർത്തിയിട്ട് പൊയ്ക്കൂടാന്ന്. അത് ചിലവരൊക്കെ പറയും മര്യാദ ആണ്. അപ്പോൾ ആ പ്രോ പറഞ്ഞ് എല്ലാവരും അങ്ങനെ ഒന്നും കാണരുത്. ഞാൻ പറഞ്ഞ് നമുക്ക് ഉള്ള കാര്യം പറയാൻ പറ്റുള്ളൂ. നമ്മൾ ബസ് ഡ്രൈവർമാരെയും ചിലവരൊക്കെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ ബ്രോ പറഞ്ഞ് എല്ലാവരും അങ്ങനെ കാണരുത്, നിങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ കാണരുത് എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ അടുപ്പിച്ചിട്ടേക്കാം നമുക്കിത് അടുത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ട്രിപ്പിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ബട്ട് ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങൾ കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇറങ്ങാൻ പിന്നെയും പറ്റില്ല കേട്ടോ. എന്തൊരിതാ അത്, അങ്ങനെയുണ്ട് ഒരിത്, ഇല്ലെങ്കിലും ഒരിതായി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ അതപ്പോൾ നിർത്തിയിടാൻ പറ്റുമെന്ന് എന്താണിത് നിർത്തിയിടാൻ പറ്റുന്നത്? ഇവന്മാരെന്ത് കഷ്ടമാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവന്മാരല്ല പറയുന്നത്. നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഇവന്മാരെ കുറ്റം പറയല്ല കേട്ടോ. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ലൈക്ക് ടാർഗറ്റ് ഇനി ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മരത്തവല്ല അടിച്ചു പിടിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഫുൾ വർക്ക് ചെയ്ത് ഇറക്കിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് വർക്കിനും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ലൈറ്റ് വർക്കും സൗണ്ട് വർക്കൊക്കെ എല്ലാം ഞാൻ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനും കാര്യങ്ങളൊക്കെ സൗണ്ട് കുറച്ചിട്ടുണ്ട് ഈ ബസ് മീറ്ററിൻ്റെ ഇഷ്ടം. കാരണം അത് സൗണ്ട് കൂട്ടി ഒരുമാതിരിയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊന്നും കേൾക്കൂല. അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യക്കാരും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നമ്മളെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത്രയും ലൈക്ക് ചെയ്യുക. ഞാൻ അടുത്ത ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.